അപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കൊമേഴ്സ്യൽ സിനിമകളിൽ നമ്പർ 1 സ്പോട്ടിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് പോക്കിരി രാജ എന്നും ആ പടം ഞാൻ 3 തവണ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്നും ഒക്കെ പല തവണയായി ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയില്ലാതിരിക്കുമോ? പക്ഷേ ഈ പടത്തിന്റെ പ്രൊമോഷണൽ മെറ്റീരിയൽസ് കാണുമ്പോൾ തന്നെ ഐ ഫെൽറ്റ് സംതിങ് ഓഫ്. ഓക്കെ, ഈ പടത്തിൽ പൃഥ്വിരാജ് ഇല്ല, കാരണം പുള്ളി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, വലിയൊരു ആക്ടറാണ്. മോർ ഓവർ സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിന്റെ തിരക്കിലുമായിരുന്നു. ആ ഒരു കാര്യം അത് അതേപടി ഈ പടത്തിൽ പറയുന്നുമുണ്ട്, അതുകൊണ്ട് അത് ഓക്കെ. പക്ഷെ അതല്ല, സംതിങ് എൽസ്. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ പോക്കിരി രാജ എന്ന സിനിമയെ സംബന്ധിച്ച് അതിലെ പാട്ട്, ഡാൻസ്, ഫൈറ്റ്, കോമഡി, മാസ് എലവേഷൻസ് ഇതിനേക്കാളൊക്കെ ഉപരി ആ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഏതൊരു സീൻ എടുത്താലും നല്ല കളർഫുൾ ഫ്രെയിംസ്, കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂം വൈസോ അല്ലെങ്കിൽ സ്ക്രീനിൽ വന്നു പോകുന്ന വാഹനങ്ങൾ വെച്ചോ എവിടെ തിരിഞ്ഞാലും നീല, പച്ച, മഞ്ഞ, ചുവപ്പ് ഒക്കെയായി നല്ലൊരു അടിപൊളി കളർഫുൾ സെറ്റപ്പ്. അതായിരുന്നു ആ സിനിമയുടെ ഒരു USP. എന്നാൽ അങ്ങനെ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വന്നപ്പോൾ ആ പറഞ്ഞ പരിപാടി അങ്ങ് കംപ്ലീറ്റ് അങ്ങ് മാറ്റി. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവർക്ക് ഈ കഥയിലേക്ക് മധുരരാജയെ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി ഡാഡി ഗിരിജയെ കൊണ്ടുവരണം. പുള്ളിയെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് വേണം പുള്ളിക്ക് ഒരു കാടിന്റെ പശ്ചാത്തലം കൊടുക്കാൻ, എന്നിട്ട് വേണം അവിടെ വെച്ചൊരു ഫൈറ്റ് നടത്താൻ. സോ ഈ ഒരു മോട്ടോയിലാണ് അവർ കാര്യങ്ങൾ തുടക്കം മുതലേ പ്ലാൻ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നായകന്റെ കഥയിലേക്ക് വില്ലൻ വരികയല്ല ചെയ്യുന്നത്, മറിച്ച് വില്ലന് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു സെറ്റിംഗിൽ നായകനെ കടത്തിവിടുന്നത് പോലെയായിരുന്നു. അപ്പൊ കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ വന്ന പോക്കിരി രാജയ്ക്ക് ഒരു തുരുത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന രണ്ടാം ഭാഗം ഭയങ്കര മിസ്മാച്ച് ആയിരുന്നു. എനിവേസ്, കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഫൈറ്റ് സീക്വൻസ് എടുക്കുന്നതിൽ വൈശാഖ് ഒരു പുലിയാണ്. അപ്പൊ അത് മാത്രമായിരുന്നു ഈ പടത്തിലെ ഒരേ ഒരു ആശ്വാസം. പിന്നെ വർഷം 9 കഴിഞ്ഞിട്ടും മമ്മൂട്ടിയെ കാണാൻ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സോ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.